കാശിനാഥൻ. രചന അവതരണം മിത്രവിന്ദ. അവൻ്റെ മിഴികളിലേക്ക് നോക്കിയപ്പോൾ എന്തോ ഒരു കാന്തിക വലയം വന്ന് തന്നെ മൂടും പോലെ. ജാനിക്കാണെങ്കിൽ ശരീരമാകമാനം ഒരു വിറയൽ അനുഭവപ്പെട്ടു. എവിടെ നോക്കിയാടോ താനൊക്കെ നടക്കുന്നത്? മത്തങ്ങ പോലെ രണ്ട് കണ്ണുണ്ടല്ലോ. ഞാൻ പിടിച്ചില്ലെങ്കിൽ ഇപ്പോൾ കാണായിരുന്നു. നേരമില്ലാത്ത നേരത്തോരോ പരിപാടി. ജാനിയുടെ ഇടുപ്പിൽ നിന്നും തൻ്റെ കൈ പിൻവലിച്ചുകൊണ്ട് അവൻ ഷർട്ടൊക്കെ നേരെ ഒന്ന് സെറ്റ് ചെയ്തിട്ടു. ഒലീവ് ഗ്രീൻ നിറമുള്ള ഷർട്ട്, ഓഫ് വൈറ്റ് നിറമുള്ള പാൻറ്റ്. അതായിരുന്നു അവൻ്റെ വേഷം. കയ്യിൽ ഒരു നോർമൽ വാച്ചും സിൽവറിൻ്റെ ഒരു റിങ്ങും കിടപ്പുണ്ട്. അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അപ്പോഴും നിൽക്കുകയാണ് ജാനി. ഡോ, താൻ ആരാ? അല്പം ഒന്ന് മാറി നിൽക്കുമോ? ഞാൻ കുറച്ച് ബിസിയാണ്. ഇനി അഥവാ എന്നെ കാണാൻ വന്നതാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാം. ദേ, ആ കാണുന്ന റൂമിൽ വെയിറ്റ് ചെയ്താൽ മതി. പറഞ്ഞുകൊണ്ടവൻ മുൻപോട്ട് നടന്നു. അവൻ്റെ പോക്കും നോക്കി ജാനി അങ്ങനെ കുറച്ച് സമയം നിന്നു. എൻ്റെ ഒരു ഫോട്ടോ പോലും ഇങ്ങനെ കണ്ടിട്ടില്ലേ ആവോ? ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും ഇല്ലല്ലോ. മനസ്സിൽ ഓർത്തുകൊണ്ട് ജാനി അകത്തേക്ക് കയറി. പ്രകൃതി കാശിനാഥൻ എന്നൊരു നെയിം ബോർഡൊക്കെ വെറുതെ ഇരിപ്പുണ്ട്. എന്നല്ലാതെ യാതൊരു പ്രയോജനവുമില്ലല്ലോ എൻ്റെ ഭഗവാനെ. ഓറി ചിരിച്ചുകൊണ്ട് അവൾ തൻ്റെ ചെയറിൽ പോയിരുന്നു. ഫോണെടുത്ത് അച്ഛനെ വിളിച്ചു. ബിസിയാണ്, തിരിച്ചു വിളിക്കാം മോളെ. കാശി മറുപടി കൊടുത്തു. അമ്മയ്ക്കൊരു മെസ്സേജ് അയച്ചു. താൻ ഇവിടെ എത്തിയെന്ന് പറഞ്ഞു. അമ്മ ഒരു ഇമോജി ഇട്ടിട്ട് ഒരു വോയിസ് മെസ്സേജ് കൂടി അയച്ചപ്പോൾ ജാനി ഹാപ്പിയായി. മാഡം. ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു ചമ്മി വിളറി നാശമായിട്ട് നിൽക്കുന്ന ദേവിനെ. സോറി മാഡം, എനിക്കറിയില്ലായിരുന്നു. പിന്നെ കാലത്ത് 8 മണിക്ക് തുടങ്ങിയ മീറ്റിംഗ് ആണ്. ഇപ്പോഴാണ് കഴിഞ്ഞത്. അതുകൊണ്ടാണ്. ഐ എം സോറി. അവൻ വീണ്ടും ആവർത്തിച്ചു. ഇറ്റ്സ് ഓക്കെ ദേവ്, പ്ലീസ് കം ആൻഡ് സിറ്റ് ഹിയർ. അവളൊരു പുഞ്ചിരിയോടെ അവനെ നോക്കി പറഞ്ഞെങ്കിലും അല്പം മടിയോടുകൂടിയാണ് ദേവ് വന്നിരുന്നത്. പെട്ടെന്ന് ജാനിയുടെ ഫോൺ റിങ് ചെയ്തു. അമ്മയാണ്. അവളത് അറ്റൻഡ് ചെയ്തു. ഹലോ, ആ അമ്മ എത്തി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ദേവുണ്ട്. പരിചയപ്പെട്ടല്ലോ. ആ, ഓക്കെ ഓക്കെ. അച്ഛൻ ബിസിയാണെന്ന് പറഞ്ഞു. വിളിച്ചോളാം അമ്മേ. ഓക്കെ. പെട്ടെന്ന് അവൾ ഫോൺ കട്ട് ചെയ്തു വെച്ച് തൻ്റെ മുൻപിലിരിക്കുന്ന സിസ്റ്റം ഓൺ ചെയ്തു. ദേവ്. യെസ് മാഡം. അമ്മ ഒരു മെയിൽ സെൻഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് നോക്കൂ. ഓക്കെ മാഡം. അവൻ പെട്ടെന്ന് തന്നെ ലാപ്പിൽ എന്തൊക്കെയോ തിരയുന്നത് അവൾ കണ്ടു. ഓരോരോ പ്രവൃത്തി ചെയ്യുമ്പോഴൊക്കെയും ഇടയ്ക്ക് വല്ലപ്പോഴും ജാനിയുടെ മിഴികൾ ദേവിലേക്ക് നീളും. എന്തിനെന്നറിയില്ല, പക്ഷെ വല്ലാത്തൊരു ഫീലിംഗ്. അവൻ അടുത്തൂടെ പോകുമ്പോഴൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലൊരു പരവേശം പോലെ. ഉച്ചവരെയും ദേവ് നല്ല തിരക്കിലായിരുന്നു. ഇടയ്ക്കൊരു തവണ കാശി മകളെ വീഡിയോ കോളിൽ വിളിച്ച് സംസാരിച്ചു. എന്ത് സംശയം ഉണ്ടെങ്കിൽ പോലും ദേവ് തീർത്തു തരും കേട്ടോ മോളെ. നമ്മുടെ സ്വന്തം ആളാണവൻ. യാതൊരുവിധ ഫോർമാലിറ്റീസിൻ്റെ ആവശ്യമില്ല. അച്ഛൻ പറഞ്ഞപ്പോൾ അവൾ തലകുലുക്കിക്കൊണ്ട് തള്ളവിരൽ ഉയർത്തി കാണിച്ചു. ആ സമയത്ത് ദേവ് പുറത്തു പോയിരുന്നു. ലഞ്ച് ബ്രേക്ക് ടൈം ആയതിനാൽ അവൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതാണെന്ന്. ഇന്ന് തിരക്കിട്ട് നേരത്തെ പോകുന്നതിനാൽ വീട്ടിൽ നിന്ന് ചോറും പൊതി എടുക്കാതെയാണ് വന്നത്. അതുകൊണ്ട് ക്യാൻറ്റീനിൽ എത്തിയതാണ് അവൻ. ബെസ്റ്റ് ഫ്രണ്ടായ ജ്യോതിഷുമുണ്ട് അവൻ്റെ കൂടെ. സാറിൻ്റെ മോളെങ്ങനെയാണ്? ജാടയാണോ? ജ്യോതിഷ് ചോദിച്ചു. അറിയില്ല, വന്നതല്ലേ ഉള്ളൂ, നോക്കാം. താഴെ സ്റ്റാഫ്സൊക്കെ കണ്ടിട്ട് പറഞ്ഞു ഒരു പാവമാണെന്ന്. ആ, അങ്ങനെ പെട്ടെന്നൊന്നും വിലയിരുത്താൻ പറ്റില്ല. വന്ന് കണ്ട ആ നിമിഷം തന്നെ ഒന്നും പറയാറായിട്ടില്ല. നോക്കാം നമുക്ക്. ഊണ് കഴിക്കുന്നതിനിടയിൽ ദേവ് കൂട്ടുകാരനോട് പറഞ്ഞു. പിന്നെ അവർ വന്നതും കരുതി നമുക്കെന്താ, നമ്മുടെ ജോലി നേരെ ജോലി തീർക്കുക, ശമ്പളം മേടിച്ച് വീട്ടിൽ പോവുക, അത്രമാത്രം. അവൻ പറയുന്നതെല്ലാം കേട്ട് ജ്യോതിഷും തലകുലുക്കിയിരുന്നു. സാധാരണയായിട്ട് 1 മണിക്കൂർ ബ്രേക്ക് ടൈം ഉള്ളതാണ്. പക്ഷേ ദേവിന് വർക്ക് തീരാത്തത് കൊണ്ട് അവൻ പെട്ടെന്ന് ഫുഡ് കഴിച്ചെഴുന്നേറ്റ് റൂമിലേക്ക് തന്നെ പോയി. മിക്കവാറും ദിവസങ്ങളിൽ അവൻ അങ്ങനെ തന്നെയാണ്. തൻ്റെ ജോലി വളരെ ആത്മാർത്ഥമായിട്ടാണ് ആൾ ചെയ്തു തീർക്കുന്നത്. അതിൻ്റേതായ എല്ലാ ഡെവലപ്മെൻറ്റ്സും കമ്പനിക്കുണ്ട്. ഇത്രയും ചെറിയ പ്രായത്തിൽ കമ്പനിയുടെ CEO സ്ഥാനത്തൊക്കെ എത്തണമെങ്കിൽ അവൻ അത്രമാത്രം ടാലൻറ്റഡ് ആയിട്ടുള്ള ആളാണ് താൻ. കാശിനാഥനും പാർവതിക്കും 100% വിശ്വാസമാണ് അവനെ. അങ്ങനെയാണ് ഇന്ന് ഈ പൊസിഷനിൽ തൻ്റെ 30ാമത്തെ വയസ്സിൽ അവൻ ഇരിക്കുന്നത് പോലും. കല്ലുവാൻ്റെ കൊടുത്തുവിട്ട ചോറും കറികളുമൊക്കെ കഴിച്ച ശേഷം ടേബിളിൽ തല ചായ്ച്ച് വെറുതെ കിടന്നതാണ് ജാനി.
ദേവ് വന്ന് നോക്കുമ്പോൾ ആള് നല്ല ഉറക്കത്തിലാണ്. സാരിയുടെ ഒരു ഭാഗം മാറിക്കിടക്കുന്നതിനാൽ ആലിലെ വയറും നാഭി ചൊഴിയും വരെ കാണാമായിരുന്നു. അവൻ ഒന്നേ നോക്കിയുള്ളൂ. പെട്ടെന്ന് മിഴികൾ പിൻവലിച്ചു. നേരെ തൻ്റെ ചെയറിൽ പോയിരുന്നു. തൊട്ടരികത്ത് തന്നെയാണ് അവളും ഇരിക്കുന്നത്. എങ്കിൽ പോലും അനാവശ്യമായിട്ട് ഒരൊറ്റ തവണ പോലും ദേവ് അവളെ നോക്കിയതേയില്ല. അരമണിക്കൂർ കഴിഞ്ഞു കാണും ജാനി ഉറക്കം തെളിയുമ്പോൾ. അതും ദേവിൻ്റെ സംസാരം കേട്ടുകൊണ്ട്. ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ജനാലയുടെ അരികിലായി പോയി നിൽപ്പുണ്ടവൻ. അവൾ എഴുന്നേറ്റ് വാഷ്റൂമിൽ പോയി. ഒന്ന് ഫ്രഷായി വന്നപ്പോഴാണ് ഒരു ഉന്മേഷമൊക്കെ തോന്നിയത്. മാഡം, ദേവ് വിളിക്കുന്ന കേട്ടുകൊണ്ട് അവൾ മുഖം തിരിച്ചു നോക്കി. ഞാനിപ്പോൾ ഒരു മെയിൽ അയച്ചിട്ടുണ്ട്. അതിന് റിപ്ലൈ കൊടുക്കാൻ പറ്റുമോ? മാഡം ഒന്ന് ട്രൈ ചെയ്യൂ. ഓക്കെ, ഞാൻ ട്രൈ ചെയ്യാം. അവൾ പുഞ്ചിരിയോടെ അവനെ നോക്കി മറുപടി പറഞ്ഞു. അതിനുശേഷം സിസ്റ്റത്തിൽ വന്ന മെയിൽ ചെക്ക് ചെയ്തു. കുറച്ച് കാര്യങ്ങളൊക്കെ പിടികിട്ടിയെങ്കിലും അധികമൊന്നും അവൾക്കറിയില്ലായിരുന്നു. ദേവിനോടത് തുറന്നു പറഞ്ഞപ്പോൾ അവനാണ് ബാക്കി ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തത്. 3:30 PM ടീ ടൈം ആയിരുന്നു. ചായയും പഴംപൊരിയുമായിട്ട് ഒരു ചേട്ടൻ കയറി വന്നു. വളരെ വിനയത്തോടെ അയാൾ ജാനിയെ നോക്കി. മാഡം, കോഫി ഓർ ടീ? കോഫി മതി. ഓക്കെ മാഡം. റൂമിൻ്റെ തൊട്ടപ്പുറത്തുള്ള പ്രൈവറ്റ് പ്ലേസ് ഉണ്ട്. അവിടെ വെച്ചാണ് ഭക്ഷണം കഴിക്കലും ചായ കുടിയും ഒക്കെ. അയാൾ അവൾക്ക് കോഫിയും സ്നാക്സും ഒക്കെ എടുത്ത് ഒപ്പം തന്നെ ദേവിനുള്ളതുകൂടി വെച്ചിട്ട് ഇറങ്ങിപ്പോയി. ദേവാണെങ്കിൽ എന്തോ വർക്ക് തീരാനുള്ളതുകൊണ്ട് കോഫി കുടിക്കാനൊന്നും എഴുന്നേറ്റ് വന്നില്ല. ജാനി കുറച്ച് സമയം അവനെ വെയിറ്റ് ചെയ്ത ശേഷം ഒന്ന് വിളിച്ചു നോക്കി. മാഡം പോയി ചായ കുടിച്ചോ? ഞാൻ ലേശം ബിസിയാണ്. അവൻ പറഞ്ഞപ്പോൾ ജാനി എഴുന്നേറ്റ് പോവുകയും ചെയ്തു. കുറച്ച് സമയം കഴിഞ്ഞിട്ടും അവളെ കാണാതെ വന്നപ്പോൾ ദേവ് ചെന്ന് നോക്കി. ചായ കുടിക്കാതെ കൊണ്ട് അപ്പോഴും അവൾ അവിടെ ഇരിപ്പുണ്ട്. ആ, ഇരിക്കുന്നേ. എനിക്കാണെങ്കിൽ ഒരു കമ്പനി ഇല്ലാതെ കോഫി കുടിക്കുന്നതും ഫുഡ് കഴിക്കുന്നതുമൊക്കെ വളരെ മടിയുള്ള കാര്യമാണ്. അവനെ കണ്ടതും ചെയർ വലിച്ച് നീട്ടിയിട്ടുകൊണ്ട് ജാനി പറഞ്ഞു. സത്യം പറഞ്ഞ ദേവിന് അവളുടെ ഒപ്പം ഇരുന്ന് ചായ കുടിക്കാൻ എന്തോ വലിയൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മനഃപൂർവ്വം അവൻ താമസിച്ചത് പോലും. പക്ഷെ 15 മിനിറ്റായിട്ടും ജാനിയെ കാണാഞ്ഞതുകൊണ്ട് അവൻ വന്ന് നോക്കിയതാണ്. ദേവിൻ്റെ വീട്ടിലാരൊക്കെയുണ്ട്? ചൂട് ചായ ഊതി ഊതി കുടിക്കുകയാണ് ജാനി. ഇടയ്ക്ക് അവൾ ദേവിനോടായി ചോദിച്ചു. അച്ഛൻ, അമ്മ, പിന്നെ 2 അനുജത്തിമാർ. അനുജത്തിമാർ പഠിക്കുക. എൻ്റെ നേരെ ഇളയവൾക്ക് 6 മാസം മുന്നേ അടുത്തുള്ള സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി കിട്ടി. കാശി സാറ് മേടിച്ചതെന്നാണ്. പിന്നെയുള്ളവൾ M.Com കഴിഞ്ഞ് നിൽക്കുന്നു. ബാങ്ക് കോച്ചിങ്ങിന് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. മൂത്തയാൾ ഏതുവരെ പഠിച്ചു? MSc ഫിസിക്സ് ആയിരുന്നു. അത് കഴിഞ്ഞ് B.Ed M.Ed കൂടി എടുത്തു. ഓ ഗ്രേറ്റ്. ദേവ് എവിടെയാണ് പഠിച്ചത്? ഞാൻ MBA ആയിരുന്നു. നെഹ്റു കോളേജ്, കോയമ്പത്തൂർ. അവൻ പഠിച്ച വർഷവും സിലബസും ഒക്കെ ജാനിയോട് പറഞ്ഞു. ഓ അത് ശരി. കണ്ടാൽ ഏജൊന്നും തോന്നിക്കില്ലല്ലോ. അതാണ് ഞാൻ പേര് വിളിച്ചത്. സോറി കേട്ടോ. അപ്പോൾ ദേവല്ല, ദേവേട്ടനാണല്ലേ? അവളുടെ പറച്ചിലും വെളിയുമൊക്കെ കേട്ടതും ആകെ കൂടി ഒരു തരിപ്പാണ് അവന് തോന്നിയത്. മാഡം, എന്നെ ദേവെന്ന് വിളിച്ചാൽ മതി. അതാണ് എനിക്കിഷ്ടം. പെട്ടെന്ന് അവൻ പറഞ്ഞു. എന്നാൽ എനിക്കിഷ്ടം ദേവേട്ടൻ എന്ന് വിളിക്കാനാ. ഇനി മുതൽ ഞാൻ അങ്ങനെ വിളിക്കൂ. അവനെ നോക്കി ഒന്ന് കണ്ണിറക്കി കാണിച്ചുകൊണ്ട് ജാനി എഴുന്നേറ്റ് വെളിയിലേക്ക് പോയി. ദേവേട്ട എന്നുള്ള ജാനിയുടെ വിളി കേട്ടപ്പോൾ സത്യത്തിൽ അവനെന്തോ വല്ലായ്മ തോന്നി. പേര് വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് പോലും അവളത് മൈൻഡ് ചെയ്തില്ല. അതാണ് ദേവിനെ കൂടുതൽ വലച്ചതും. ജാനി പോയതിൻ്റെ പിന്നാലെ അവനും അല്പം മടിച്ചാണെങ്കിൽ പോലും തൻ്റെ സീറ്റിൽ പോയിരുന്നു. ദേവേട്ടൻ എത്ര മണിക്കിറങ്ങും? ജാനി ചോദിച്ചതും അവൻ്റെ നെറ്റി ചൊളിഞ്ഞു. സമയമൊന്നും കൃത്യമായി പറയാൻ പറ്റില്ല മാഡം. വർക്ക് തീരും പോലെ. എനിക്കെപ്പോൾ പോകാൻ പറ്റും? അത് മാഡം കാശി സാറിനെ വിളിച്ച് തീരുമാനിച്ചാൽ മതി. അവൻ സിസ്റ്റത്തിൽ കണ്ണുനട്ടിരുന്നു കൊണ്ട് അവളോട് പറഞ്ഞു. ഓക്കെ. ഫോണെടുത്ത് എന്തോ വോയിസ് ക്ലിപ്പ് അയക്കുന്നുണ്ട് ജാനി. മോള് ദേവിനോട് ചോദിച്ച് തീരുമാനിച്ചോളൂ. അച്ഛൻ അവൾക്ക് റിപ്ലൈ കൊടുത്തത് ജാനി ഉറക്കെ പ്ലേ ചെയ്ത് അടുത്തിരുന്നവനെ കേൾപ്പിച്ചു. നിങ്ങൾ 2 ആളും കൂടി ഇങ്ങനെ പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാനെന്ത് ചെയ്യും? ജാനി ആരോടെന്നല്ലാതെ പറയുകയാണ്. മാഡം 5 PM ഇറങ്ങിക്കോ. വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഇതങ്ങ് ആദ്യം പറഞ്ഞൂടെ ദേവേട്ട? അതിന് ഇത്രയ്ക്ക് ജാടയിടണോ? ചിരിക്കുമ്പോൾ നുണക്കുഴി തെളിയുന്ന അവളുടെ കവിളിലേക്കൊന്ന് നോക്കിയ ശേഷം ദേവ് ഒന്നും പറയാതെ കൊണ്ട് തൻ്റെ ജോലി തുടർന്നു. അവളുടെ ഈ വിളി,
അതവനെ വളരെയധികം വിഷമിപ്പിച്ചു. ഒന്നും തിരിച്ചു പറയാനും സാധിക്കില്ല. കാരണം തൻ്റെ ബോസിൻ്റെ മകളാണ്. അവർക്ക് എന്തെങ്കിലും ഇഷ്ടക്കേട് വന്നിട്ടുണ്ടെങ്കിൽ തൻ്റെ ജോലി കൂടി നഷ്ടപ്പെടും. അതുകൊണ്ട് നിശബ്ദത പാലിക്കുന്നതാണ് നല്ലതെന്ന് അവനും കരുതി. ഇടയ്ക്കൊക്കെ കുഞ്ഞു കുഞ്ഞു സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് ജാനി അവൻ്റെ അരികിൽ തന്നെ ഇരുന്നു. മാഡം 5 o'clock ആയി, എങ്കിൽ പിന്നെ താമസിയാതെ ഇറങ്ങിക്കോളൂ. കറക്റ്റ് 5 മണിയായപ്പോൾ തന്നെ ദേവ് ജാനിയെ നോക്കി പറഞ്ഞു. ദേവേട്ടൻ എത്ര മണിക്ക് ഇറങ്ങും? ഇന്ന് എന്തായാലും 8 മണിയാകും. ഒരു കോൺഫറൻസ് കോൾ കഴിയാനുണ്ട്. എനിക്ക് തിരക്കൊന്നുമില്ല. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഇറ്റ്സ് ഓക്കെ മാഡം. നോർമൽ ടൈം 5 PM ആണ്. പിന്നെ വർക്ക് തീരാനുള്ളവർ മാത്രം കുറച്ച് സമയം കൂടി ഇരിക്കുന്നേ ഉള്ളൂ. എനിക്ക് പോയിട്ട് ഇപ്പോൾ ധൃതിയൊന്നുമില്ല. വെറുതെ ഒറ്റയ്ക്കങ്ങനെ വീട്ടിൽ ചടഞ്ഞുകൂടിയിരിക്കാൻ മടിയാ. അതുകൊണ്ടാണ് അച്ഛനോട് വാശി പിടിച്ച് ഓഫീസിലേക്ക് വന്നത്. പുഞ്ചിരിയോടുകൂടി ജാനി അങ്ങനെ ഇരുന്ന് പറയുകയാണ്. മറുപടി ഒന്നും പറയാതെ തല കുലുക്കിക്കൊണ്ട് ദേവ് അപ്പോഴും സിസ്റ്റത്തിൽ നോക്കിയിരുന്നു. ദേവേട്ടൻ എങ്ങനെയാ പോണേ? ഞാൻ ബൈക്കിലാണ് പോകുന്നത് മാഡം. കുറച്ച് ബിസിയാണ്, ഒന്ന് നോക്കട്ടെ. അവൻ പറഞ്ഞതും ജാനി പെട്ടെന്ന് സൈലൻ്റായി. തന്നോടൊന്നും മിണ്ടാതിരിക്കാനാണ് ഇൻഡയറക്റ്റായിട്ട് ദേവെ ഉദ്ദേശിച്ചതെന്ന് ജാനകിക്ക് മനസ്സിലായി. പെട്ടെന്നാണ് ഡോർ ഓപ്പൺ ചെയ്ത് സുന്ദരിയായ ഒരു പെൺകുട്ടി അകത്തേക്ക് കയറി വന്നത്. അവളെ കണ്ടതും ദേവ് വെളുക്കനെ ഒന്ന് ചിരിച്ചു. മാഡം, ഇത് ഗൗരി, എൻ്റെ അമ്മാവൻ്റെ മകളാ. 6 മാസമായി ഇവിടെ ജോലിക്ക് കയറിയിട്ട്. താഴെ അക്കൗണ്ടിങ് സെക്ഷനിലാണ് ഗൗരി വർക്ക് ചെയ്യുന്നത്. വളരെ താല്പര്യത്തോടു കൂടി ദേവ് അവളെ പരിചയപ്പെടുത്തുന്നത് നോക്കി ജാനി ഇരുന്നു. ഗൗരിയെ നോക്കി ചെറുതായി ഒന്ന് മന്ദഹസിക്കാനും അവൾ മറന്നില്ല. ഗൗരി കാശിനാഥൻ സാറിൻ്റെ മോളാ. ജസ്റ്റ് എക്സ്പീരിയൻസിന് വേണ്ടി കയറിയതാ ഇവിടെ. ഞാൻ അറിഞ്ഞായിരുന്നു. താഴെ രോഹിത്ത് പറഞ്ഞു. ഗൗരിയും തിരിച്ച് ജാനിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഗൗരിയുടെ വീട് എവിടാ? എൻ്റെ സ്വന്തം വീട് കായംകുളത്താ. ഇപ്പോഴീ ജോലി കിട്ടിയത് പിന്നെ ദേവേട്ടൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഓക്കെ. ജാനി ദേവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. വളരെ സന്തോഷത്തോടു കൂടിയാണ് ആളിൻ്റെ ഇരിപ്പെന്ന് അവൾക്ക് തോന്നി. മാഡം, ഞാനും ഗൗരിയും ഒരുമിച്ചാണ് വരുന്നതും പോകുന്നതുമൊക്കെ. ഇവളുടെ ഡ്യൂട്ടി തീർന്നു കഴിയുമ്പോൾ കയറി വന്നതാ. പിന്നെ എന്തെങ്കിലും പെൻഡിങ് വർക്ക് ഉണ്ടെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യും. ഞാൻ വിളിച്ചിട്ടാ ഗൗരി ഇപ്പോൾ കയറി വന്നത്. ഒരു വർക്ക് കൂടി തീരാനുണ്ട്. ഓക്കെ. ജാനി തലകുലുക്കി. അല്പം മുൻപ് എന്തെങ്കിലും സഹായം വേണോ എന്ന് താൻ ചോദിച്ചപ്പോൾ നിരസിച്ച വ്യക്തിയാണ് ഇപ്പോൾ ഗൗരിയെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. ഓർത്തപ്പോൾ ജാനിയുടെ ഉള്ളിൽ ഒരു കുഞ്ഞു കുശുമ്പ് ഉണർന്നു വന്നു. അപ്പോൾ ശരി, നടക്കട്ടെ. ഗൗരി ഉണ്ടല്ലോ സഹായത്തിന്. ജാനി എഴുന്നേറ്റ് മെല്ലെ ടേബിളിൽ വിരലുകൾ കൊണ്ടൊന്ന് ഞൊട്ടി. ശേഷം പ്രൈവറ്റ് റൂമിലേക്ക് പോയി. മേക്കപ്പ് പ്രോഡക്ട്സ് വെച്ചിട്ടുള്ള പൗച്ചെടുത്തു വെളിയിലേക്ക് വെച്ചു. മുടിയൊന്ന് അഴിച്ച് കോംബ് ചെയ്തു. ലിപ്സ്റ്റിക് എടുത്ത് ലൈറ്റായിട്ടൊന്ന് ചുണ്ടിൽ പുരട്ടി. കാജൽ കൊണ്ട് കണ്ണുവെന്നെഴുതി. ശേഷം ബാഗെടുത്ത് തോളിൽ ഇട്ടുകൊണ്ട് വണ്ടിയുടെ ചാവിയുമെടുത്ത് വെളിയിലേക്ക് വന്നപ്പോൾ ഗൗരിയോട് എന്തൊക്കെയോ തമാശ പറഞ്ഞ് ചിരിക്കുന്ന ദേവിനെയാണ് അവൾ കണ്ടത്. ഓക്കെ, ബൈ, നാളെ കാണാം കേട്ടോ. അവരുടെ അടുത്തേക്ക് ചെന്ന ശേഷം ദേവിനെയും ഗൗരിയെയും നോക്കി അവൾ പറഞ്ഞു. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി പോവുകയും ചെയ്തു. എന്തൊരു ഗ്ലാമറാണല്ലേ ദേവേട്ട. അവർ നോക്കിയിരുന്നു പോകും. ആ കണ്ണും മൂക്കും ചുണ്ടും എന്ത് ഭംഗിയാ. ജാനി പോയത് നോക്കിക്കൊണ്ട് ഗൗരി ഇരുന്നു പറഞ്ഞു. നീ എന്തിനാ അവരുടെ സൗന്ദര്യം നോക്കിക്കൊണ്ടിരിക്കുന്നത്? അതിനാണോ കാശി സാർ നിനക്ക് ശമ്പളം തരുന്നത്? എന്നാലും പറയാണ്ടിരിക്കാൻ വയ്യ. അതും സാരിയൊക്കെ എടുത്ത് വന്നത് കണ്ടോ? സാധാരണ വലിയ വീട്ടിലെ പെൺകുട്ടികളൊക്കെ നല്ല മോഡേൺ ഡ്രസ്സ് ഇട്ടല്ലേ വരുന്നത്. ഇതാണ് ഈ പെണ്ണുങ്ങളുടെ കുഴപ്പം. ഏതെങ്കിലും ഒരെണ്ണത്തെ കണ്ടാൽ പിന്നെ പരദൂഷണം പറച്ചിൽ മാത്രമാകും ബാക്കി. എൻ്റെ പൊന്നു ഗൗരി, അവരെങ്ങനെയെങ്കിലും വരുവോ പോവോ ചെയ്യട്ടെ. നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ മതി. അതിന് ഞാൻ എന്തെങ്കിലും പരദൂഷണമോ കുറ്റമോ പറഞ്ഞോ ദേവേട്ട? ആ കൊച്ചിനെ കാണാൻ നല്ല സുന്ദരിയാണെന്നല്ലേ പറഞ്ഞത്? അതിനെന്നെ ഇത്രമാത്രം ശാസിക്കാൻ ഇപ്പം എന്താ ഉണ്ടായത്? അവർ ദേവേട്ടനോട് മോശമായിട്ട് എന്തെങ്കിലും പറയുകയോ പെരുമാറുകയോ ചെയ്തോ? ഞാനതിന് അവരോട് അത്രയ്ക്ക് സംസാരിക്കാനൊന്നും പോയിട്ടില്ല. എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ അതിൻ്റെ മറുപടി പറയും, അത്രമാത്രം. ഓ ശരി, ആയിക്കോട്ടെ. ഗൗരി അവനെ നോക്കി മുഖം വീർപ്പിച്ച് കാണിച്ചു. ഈ സമയത്ത് ജാനി ഗ്രൗണ്ട് ഫ്ലോറിലെത്തിയപ്പോൾ കുറച്ച് സ്റ്റാഫൊക്കെ ജോലി കഴിഞ്ഞ ശേഷം ഇറങ്ങി വരുന്നുണ്ട്. എല്ലാവരും വളരെ ബഹുമാനത്തോടു കൂടിയാണ് അവളെ നോക്കി പുഞ്ചിരിച്ചത്. തിരിച്ച് ജാനിയും അങ്ങനെ തന്നെയായിരുന്നു.
സെക്യൂരിറ്റി ചേട്ടൻ വണ്ടി എടുത്ത് തരാമെന്ന് പറഞ്ഞെങ്കിലും ജാനി അത് വിലക്കി. അതൊന്നും സാരല്ലേട്ടാ, ഞാൻ എടുത്തോളാം പറഞ്ഞുകൊണ്ട് പാർക്കിങ്ങിലേക്ക് ചെന്ന് തൻ്റെ വണ്ടിയെടുത്ത് ഇറക്കിയ ശേഷം ജാനി വേഗത്തിൽ ഓടിച്ചു പോയി. തുടരും.